ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു ഭാഗത്ത് പ്രതീക്ഷിച്ചതാണ് എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് തീർച്ചയായും ഇത് ലജ്ജാകരമാണ് എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ അമേരിക്ക ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മധ്യത്തിൽ നിൽക്കുന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ US സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏതായിരുന്നാൽ നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുകയാണ്. ഒരു ഭാഗത്ത് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് സംയമനത്തിന്റെ പാത ഇരു രാജ്യങ്ങളും തെരഞ്ഞെടുക്കണം എന്ന് പറയുമ്പോൾ UNSCയിലേക്ക് UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോവുകയാണ് പാകിസ്ഥാൻ. ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് UN സെക്രട്ടറി ജനറലുമായി നേരിട്ട് സംസാരിക്കുകയും ആക്രമണത്തെ ഞങ്ങൾ ഭയക്കുന്നുവെന്നും സംയമനം പാലിക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെടണമെന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഏതായിരുന്നാലും പാകിസ്ഥാൻ UNSCയിൽ പറയുന്നത് തങ്ങൾ തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ടായിരിക്കും എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പിന്തുണ ഈ വിഷയത്തിൽ ഈ ആക്രമണത്തിൽ പാകിസ്ഥാൻ്റെ കൂടെ ഉണ്ടാകണം എന്നാവശ്യപ്പെടുകയാണ് ഈ ഷഹബാസ് ഷെരീഫ് ചെയ്യുന്നത്. നമുക്കറിയാം വലിയൊരു തിരിച്ചടിയിലേക്ക് ഒരു ശേഷിയും അതിനുള്ള കരുത്തും പാകിസ്ഥാനില്ല എന്ന് നമുക്കറിയാം. ഷഹബാസ് ഷെരീഫിൻ്റെ സഹോദരൻ നവാസ് ഷെരീഫ് തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് പോകുന്നത് ഈ ഘട്ടത്തിൽ നല്ലതല്ല എന്ന് ഷഹബാസ് ഷെരീഫുമായി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വിഷയത്തെ ഒരു വലിയൊരു സംഘർഷത്തിലേക്ക് പോകുന്നതിൽ അപ്പുറമായി ഒരു അന്താരാഷ്ട്ര വേദികളിൽ എത്തിക്കാനുള്ള അവിടെ ചർച്ചയാക്കാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പുറത്തെടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി പാകിസ്ഥാന്റെ കൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ചൈനയാണ്. ചൈനയുടെ ഒരു പ്രതികരണവും ഇപ്പോൾ വന്നിട്ടുണ്ട്. ചൈന പറയുന്നത് ഈ ഒരു ആക്രമണം ഖേദകരമാണ് എന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം ചൈന പറയുന്നത് ഇപ്പോഴത്തെ സംഘർഷത്തെ ഇന്ത്യയും പാകിസ്ഥാനും അയൽ രാജ്യങ്ങളാണ് എന്ന് മാത്രമല്ല പാകിസ്ഥാന്റെയും അയൽ രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. അതുകൊണ്ട് തന്നെ ഈ അയൽ രാജ്യങ്ങളെല്ലാം തമ്മിൽ ഒരു നല്ല ബന്ധം ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യങ്ങളെല്ലാം നല്ല അയൽപ്പക്ക ബന്ധം സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ചൈന പറയുന്നത്. അപ്പോൾ ഈ ആക്രമണത്തിന് ഒരു വലിയൊരു യുദ്ധത്തിന് ചൈനയുടെയും പിന്തുണ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ ആവശ്യമായ എല്ലാ ആയുധങ്ങളും നൽകുന്നത് ഇപ്പോൾ ഭൂരിഭാഗവും ചൈനയിൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും ഒരു യുദ്ധത്തിലേക്ക് നേരിട്ടുള്ള ഒരു ഇടപാടിലേക്ക് ചൈന ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനം എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് വിളിച്ചും മറ്റിടങ്ങളിൽ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിളിച്ചുകൊണ്ടും ഇന്ത്യക്ക് ഈ ഒരു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ വേണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പല രാജ്യങ്ങളും പലതരത്തിലാണ് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യക്ക് എതിരായിട്ടുള്ള പഹൽഗാം ആക്രമണം അതിൽ എല്ലാ അർത്ഥത്തിലും എല്ലാ രാജ്യങ്ങളും പിന്തുണ നൽകുന്നു. പക്ഷേ ഒരു വലിയ സംഘർഷത്തിലേക്കും യുദ്ധത്തിലേക്കും പോകരുത് എന്നുള്ളത് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും പറഞ്ഞിട്ടുള്ളത്.